സത്യം മറച്ചു വയ്ക്കലാണോ PR? അല്ല, അതിനൊരു ഭാവിയില്ലെന്ന് ഞാൻ പറയണേ. കാരണം എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു കമ്പനിയോട്. ചില സമയത്ത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ ഈ PR-നൊരു എത്തിക്സ് ഉണ്ട്. അൺഎത്തിക്കലി വർക്ക് ചെയ്യാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അൺഎത്തിക്കലി വർക്ക് ചെയ്യാൻ പറ്റും. എത്തിക്കൽ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. നിങ്ങൾ ആരോടാണ്? അനീഷ് എൻ്റെ സുഹൃത്താണ്. അതേപോലെ നമുക്ക് മീഡിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ സൗഹൃദം വേറെ, ജോലി വേറെ. പക്ഷെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറച്ചു വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോൾ വി നീഡ് ടു തിങ്ക് ദാറ്റ് ഈ പറഞ്ഞ നമ്മൾ ബേസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ട് സോഴ്സ് ഉണ്ട് അതിൻ്റെ കറക്റ്റ് ആസ്പെക്റ്റ് കിട്ടാൻ. ഒരിക്കലും ഒരു മീഡിയ ഒരു PR-നെ കണ്ണടച്ച് പറയുന്ന എല്ലാം അങ്ങനെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം. പക്ഷേ ജേർണലിസം ജോലിയും കൂടി ചെയ്യുമല്ലോ. ദേ ഷുഡ് ചെക്ക് ഇറ്റ്, ഫാക്ട്സും എല്ലാം ചെക്ക് ചെയ്യും. എക്സാക്ട്ലി. അപ്പം അങ്ങനെ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മളത് അങ്ങനെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ തീർന്നു. കാരണം ഇതൊരു റിലേഷൻഷിപ്പ് അവിടെ തീർന്നു. പിന്നെ അങ്ങോട്ട് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ല. പക്ഷെ ചില സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ സത്യമായിരിക്കും, പക്ഷേ ഈ ഇൻഫർമേഷൻ ഡിസമിനേറ്റ് ചെയ്യുന്ന ടൈം നമ്മളൊന്ന് മാറ്റും. അതിങ്ങനെയാണ്. പിന്നെ കുറച്ചുകൂടി പറയും ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്.